ആരെയും അത്ഭുതപ്പെടുത്തുന്ന സംഭവം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ഒരു ജൂതനായ മനുഷ്യനുണ്ടായിരുന്നു. ഒരു മുസ്ലിം സഹോദരൻ്റെ കടയിൽ നിന്നും ചോക്ലേറ്റ് മോഷണം ആരംഭിച്ചത് അദ്ദേഹത്തെ പിന്നീട് കൊണ്ടെത്തിക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിലേക്കാണ്. ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹം ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്ക് അദ്ദേഹം കൊണ്ടുവരുന്നു. അറിയണം നാം ഓരോരുത്തരും, ജൂതനായ മനുഷ്യൻ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും ജലുല്ല അൽ ഖുറാനി എന്ന് പറയുന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമായി മാറുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ അത്ഭുതമായ മാറ്റങ്ങളെക്കുറിച്ചും. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ഫ്രാൻസിൽ പലചരക്ക് കടയിട്ടിരുന്ന തുർക്കി സ്വദേശിയായ ഇബ്രാഹിം എന്ന് പറയുന്ന 50 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരനുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കടയ്ക്ക് തൊട്ടടുത്തായി ഒരു ജൂത കുടുംബം താമസിച്ചിരുന്നു. ആ കുടുംബത്തിൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള ജാദ് എന്ന് പറയുന്ന ഒരു കുട്ടിയുമുണ്ടായിരുന്നു. ഈ ജാദ് പലചരക്ക് സാധനങ്ങൾ വാങ്ങാനായി ഇബ്രാഹിമിൻ്റെ കടയിലേക്ക് വരുമായിരുന്നു. വരുന്ന സമയത്തെല്ലാം ഇബ്രാഹിമിനെ കാണാതെ ഈ കുട്ടിയായ ജാദ് എല്ലാ ദിവസവും അവിടെ നിന്നും ഒരു ചോക്ലേറ്റ് മോഷ്ടിക്കും. അങ്ങനെ ഒരു ദിവസം കടയിൽ നിന്നും ചോക്ലേറ്റ് മോഷ്ടിക്കാനായി ജാദ് മറന്നു പോവുകയാണ്. അങ്ങനെ കടയിൽ നിന്നിറങ്ങുന്ന സമയത്ത് ജാദിനെ ഇബ്രാഹിം വിളിച്ചുകൊണ്ട് പറയുകയാണ്, നീ പതിവ് പോലെ എടുക്കുന്ന ചോക്ലേറ്റ് ഇന്നെടുക്കാൻ മറന്നുപോയി. അക്ഷരാർത്ഥത്തിൽ അത് കേട്ട് ജാദ് ഞെട്ടിപ്പോയി. താൻ ഇതുവരെ വിചാരിച്ചിരുന്നത് താൻ മോഷ്ടിക്കുന്ന കാര്യം അദ്ദേഹത്തിന് അറിയില്ല എന്നായിരുന്നു. എന്നാൽ എല്ലാം അദ്ദേഹം കൃത്യമായി അത് കാണുന്നുണ്ടായിരുന്നു. ചെയ്തു പോയത് വലിയ അപരാധമാണെന്ന് മനസ്സിലാക്കിയ ജാദ് അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കുകയാണ്. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല എന്ന് അദ്ദേഹത്തിന് വാഗ്ദാനം നൽകുകയും ചെയ്തു. മാത്രവുമല്ല, ജീവിതത്തിൽ ഇനി ഒരിക്കലും നീ മോഷ്ടിക്കുകയില്ല എന്നെനിക്ക് ഉറപ്പ് തരികയാണ് എന്നുണ്ടെങ്കിൽ ദിവസവും എൻ്റെ കടയിൽ നിന്നും നിനക്ക് ഫ്രീ ആയി ചോക്ലേറ്റ് എടുത്തുകൊണ്ട് പോകാമെന്ന് അദ്ദേഹം ആ ജാദിനോട് ഇബ്രാഹിം പറയുകയും ചെയ്തു. അത് കേട്ട് ജാദിന് വല്ലാത്ത സന്തോഷമായി. വർഷങ്ങൾ കടന്നുപോയി. ജാദും ഇബ്രാഹിമും ഒരു ഉപ്പയും മകനും പോലെയായി മാറി. അവർ തമ്മിൽ വലിയ സൗഹൃദത്തിലും സ്നേഹത്തിലുമായി. ജാദിന് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ ആദ്യം ചെന്നു പറയുന്നത് ഇബ്രാഹിമിനോടായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പറയാൻ വരുന്ന ജാദിൻ്റെ കയ്യിലേക്ക് ഈ ഇബ്രാഹിം ചെയ്യുന്നതാകട്ടെ സ്റ്റെയർ കേസിൽ നിന്നും ഒരു പുസ്തകമാണ് എടുത്ത് കൊടുക്കാറ്. എന്നിട്ട് ഏതെങ്കിലും ഒരു പേജ് തുറക്കാനായി ആവശ്യപ്പെടും. അങ്ങനെ ജാദ് പേജ് തുറക്കുകയും അത് അടച്ചു വയ്ക്കുകയും ചെയ്യും. പിന്നീട് ജാദിനുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയാണ്. അങ്ങനെ വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ജാദിന് 24 വയസ്സായി വലിയൊരു യുവാവായി മാറി. ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരന് 67 വയസ്സുമായി. അങ്ങനെ ഒരു ദിവസം ഇബ്രാഹിം മരണപ്പെടുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഇബ്രാഹിം തൻ്റെ കുട്ടികളുടെ കയ്യിൽ ഒരു പെട്ടി ഏൽപ്പിച്ചിരുന്നു. ഞാൻ മരണപ്പെടുമ്പോൾ ജാദിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ മക്കളുടെ കയ്യിലേക്ക് ഇബ്രാഹിം ആ പെട്ടി ഏൽപ്പിക്കുന്നത്. ജാദിൻ്റെ പ്രയാസങ്ങളും വിഷമങ്ങളും മാറ്റിയിരുന്ന ആ പുസ്തകവും ഇബ്രാഹിം ആ പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ ഇബ്രാഹിമിൻ്റെ മക്കൾ തൻ്റെ പിതാവിൻ്റെ ആ ഒരു ആഗ്രഹമെന്നോണം ആ പെട്ടി ജാദിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ്. ആ സമയമാണ് ജാദ് പോലും അറിയുന്നത് ഇബ്രാഹിം മരണപ്പെട്ടു എന്നുള്ള വാർത്ത. അതവനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത പ്രയാസവും വല്ലാത്ത സങ്കടവും ഉണ്ടാക്കി. അതവനെ സംബന്ധിച്ചൊരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. തൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് ചേർത്ത് പിടിച്ച ആ മനുഷ്യൻ ഒരു ദിവസം ഇല്ല എന്നറിഞ്ഞപ്പോൾ അത് ജാദിനെ സംബന്ധിച്ച് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം ജാദിന് വീണ്ടും ഒരു പ്രശ്നം സംഭവിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹം ഇബ്രാഹിം എന്ന് പറയുന്ന തൻ്റെ പ്രിയപ്പെട്ട ആ ഒരു മനുഷ്യനെക്കുറിച്ചും അദ്ദേഹം തന്ന ആ ഒരു സമ്മാനമായ പെട്ടിയെക്കുറിച്ചും അദ്ദേഹം ഓർക്കുന്നത്. ആ പെട്ടി തുറന്നപ്പോൾ അദ്ദേഹം അതിനകത്തൊരു പുസ്തകം കാണുകയാണ്. പുസ്തകം മറ്റൊന്നുമായിരുന്നില്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം ജാദിനോട് തുറക്കാൻ പറഞ്ഞ അതേ പുസ്തകമായിരുന്നു അത്. അങ്ങനെ ജാദ് ആ പുസ്തകം തുറക്കുകയാണ്. സത്യത്തിൽ അന്നായിരുന്നു ജാദ് ആ പുസ്തകം മുഴുവനായും തുറക്കുന്നത്. മുമ്പ് അങ്ങനെയായിരുന്നില്ല. പുസ്തകം വെറുതെ ഒന്ന് തുറന്ന് അടയ്ക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് തുറന്നു നോക്കുമ്പോൾ അതിലെ ഭാഷ അറബിയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ജാദിന് അറബി അറിയാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ടുണീഷ്യൻകാരനായ തൻ്റെ സുഹൃത്തിൻ്റെ അടുക്കിലേക്ക് പോയിക്കൊണ്ട് ആ പുസ്തകത്തിലെ ഏതാനും പേജുകൾ ഒന്ന് തുറന്ന് എനിക്കൊന്ന് വായിച്ചു തരണമെന്ന് ആവശ്യപ്പെടുകയാണ്. അതുപോലെ അയാൾ അത് ചെയ്യുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം ജാദിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു. ഇത് കണ്ട് ജാദിന് വല്ലാതെ അത്ഭുതമാവുകയാണ്. ഞാൻ ഈ പുസ്തകം തുറന്ന് നോക്കുമ്പോഴെല്ലാം
അതിലെ വാചകങ്ങൾ എന്നോട് വായിച്ചു കേൾപ്പിക്കുമ്പോഴെല്ലാം എൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾ മാറുകയും എന്നെ വല്ലാതെ സമാധാനപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത്രമാത്രം അത്ഭുതമുണ്ടാകാൻ വേണ്ടി മാത്രം എന്തായിരിക്കും ഈ പുസ്തകമെന്ന് ടുണീഷ്യക്കാരനായ തൻ്റെ സുഹൃത്തിനോട് ജാദ് ചോദിക്കുകയാണ്. അപ്പോഴാണ് ആ ടുണീഷ്യക്കാരനായ സുഹൃത്ത് പറയുന്നത്, ഇത് അള്ളാഹുവിൻ്റെ പരിപാവനമായ വിശുദ്ധ ഖുർആനാണ്. ഇത് ലോകജനതയ്ക്കായി ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അപ്പോൾ ജാദിന് വല്ലാത്തൊരാഗ്രഹം, എനിക്കും ഒരു മുസ്ലിം ആകണം. എങ്ങനെയാണ് എനിക്കൊരു മുസ്ലിമാകാൻ കഴിയുക? അത് കേട്ട ഉടനെ ടുണീഷ്യക്കാരനായ ആ സുഹൃത്ത് ജാദിനോട് പറഞ്ഞു, നിനക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് നിനക്കൊരു മുസ്ലിമായി മാറാം. അങ്ങനെ ഷഹാദത്ത് കലിമ ഏറ്റുചൊല്ലി ജാദ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ജദല്ല അൽ ഖുർആനി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിമായി മാറുകയും ചെയ്തു. ഖുർആനിനോടുള്ള ആദരവും മഹത്വവും പ്രകടിപ്പിക്കാനായിരുന്നു അദ്ദേഹം അങ്ങനെയൊരു പേര് സ്വീകരിച്ചത്. അതിനുശേഷം അദ്ദേഹം ആ വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു. അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുർആൻ അദ്ദേഹം പൂർണ്ണമായി പഠിക്കുകയും അതിൽ അദ്ദേഹം പ്രാവീണ്യം നേടുകയും ചെയ്തു. പിന്നീട് അതിനുശേഷം ഇസ്ലാമിക പ്രബോധനത്തിനായി അദ്ദേഹം യൂറോപ്പിലേക്ക് കടക്കുകയാണ്. അവിടെ നിന്നും അദ്ദേഹത്തിന് ആയിരക്കണക്കിന് ആളുകളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാൻ കഴിഞ്ഞു. ഏകദേശം 6000-ഓളം ജൂതരെയും ക്രൈസ്തവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഖുർആൻ മറിച്ചു നോക്കുന്ന സമയത്ത് അതിലൊരു ലോക ഭൂപടം അദ്ദേഹം കാണുകയാണ്. ആ ഭൂപടത്തിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗത്ത് ഈ ഇബ്രാഹിം എന്ന് പറയുന്ന സഹോദരൻ്റെ ഒരു ഒപ്പുണ്ടായിരുന്നു. ആ ഒപ്പിന് താഴെ ഒരു ഖുർആൻ വാക്യവുമുണ്ടായിരുന്നു. ആ ഖുർആൻ വാക്യത്തിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ജ്ഞാനത്തോടും ന്യായമായ പ്രബോധനത്തോടും കൂടി നിന്റെ നാഥൻ്റെ മാർഗത്തിലേക്ക് വിളിക്കുക. ആഫ്രിക്കയിലേക്ക് പോയി ആളുകളെ ഇസ്ലാമിക പ്രബോധനം ചെയ്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഇബ്രാഹിം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം യൂറോപ്പ് വിട്ട് അദ്ദേഹം കെനിയ, ദക്ഷിണ സുഡാൻ, ഉഗാണ്ട എന്നീ പ്രദേശങ്ങളിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിനായി ചെല്ലുകയാണ്. അവിടെയുണ്ടായിരുന്ന സവില ഗോത്രങ്ങളിൽ നിന്നും 6 ദശലക്ഷത്തിലധികം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുവെന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ 30 വർഷം അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇസ്ലാമിക പ്രബോധകനായി അദ്ദേഹം ജീവിച്ചു. ഒറ്റപ്പെട്ട ആഫ്രിക്കൻ ദേശങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുകയും അതിലൂടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നിരവധി ആളുകളെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. പിന്നീട് ആഫ്രിക്കയിൽ പിടിപെട്ട ഒരു രോഗം കാരണം അദ്ദേഹം 2003 മരണപ്പെടുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് 54 വയസ്സായിരുന്നു പ്രായം. ഇത് നടന്ന ഒരു യാഥാർത്ഥ്യമായ സംഭവമാണ്. അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുർആൻ ഒരു ജൂതനായ മനുഷ്യനിലുണ്ടാക്കിയ വലിയ അത്ഭുതമാക്കപ്പെട്ട മാറ്റത്തെക്കുറിച്ചാണ് ഈ സംഭവം നമ്മോട് പറയുന്നത്.